ദൈവമേ, എന്തൊരു വെയിലാണ് ഈശ്വര. പണിയെടുത്ത് നടുകൊടിയല്ലോ. നമുക്ക് ആ ടാറിൽ പോയി കിടന്ന് ഉരുള. അയ്യോ, ടാറിലാക്കണ്ട, ഇവിടെ കിടന്ന് ഉരുട്ടണോ, ഞാൻ ഉരുട്ടിക്കോളാം കേട്ടാ. നിനക്കൊരു റൊമാൻറ്റിക് മൂഡ് ഇല്ലാട്ടാ. പിന്നെ ഈ നട്ടപ്ര വെയിലത്ത് അതും ടാറി പണിയെടുക്കുമ്പോ എനിക്ക് റൊമാൻറ്റിക് മൂഡ് വരണം. എന്നെ നിനക്കൊരു കേസ് അറിയാവോ? ഞാൻ ഗൾഫിൽ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. നിന്നോടുള്ള പ്രേമം മൂത്തിട്ട് ആ ജോലിയും കളഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നത്. നിന്റെ കുട്ടികളെ നോക്കി എനിക്ക് സന്തോഷത്തോടെ നമ്മൾ വിവാഹം കഴിച്ച് താമസിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ നട്ടുച്ച വെയിലത്ത് ഉരുകിയ ടാറ് പോലെ. എന്റെ സ്നേഹം ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം നീ. മനസ്സിലാവുന്നുണ്ട് ചേട്ടാ. അതാര്? ദേ അപ്ര. എന്താണ് ചേട്ടന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തേ എന്തേ? അവള് പറഞ്ഞ കറക്റ്റ് അല്ലേ? എന്താണ്? അവക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചങ്ങോട്ട് പ്രേമിക്കേ. എനിക്ക് അവളെ ഇഷ്ടമല്ല, എനിക്ക് നിന്നല്ലേ ഇഷ്ടം. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അങ്ങനെ പറയരുത്. ഇഷ്ടമില്ലാത്തോടെ പുറകെ നടക്കണം. ഞാനാണെങ്കിൽ ഇവിടെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ കോത്തിരിക്കുവാ. ഞങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്, പേരിൽ വരെ. അറിയാവോ എന്ത് ചേർച്ച? ശരണ്യ ശരവണൻ. അയ്യോ, നമ്മുടെ പേര് നല്ല ചേർച്ചയാ. എന്താണ്? റീത്ത ഫിലിപ്പ് ശരവണൻ. വല്ലോ ജില്ലാ കളക്ടർക്ക് വിടേണ്ട പേരാണ് റീത്ത ഫിലിപ്പ്. ഒരു ടാറ് പണിക്കാരിക്ക് കിടക്കണ പേര് നോക്കിയേ. എടി, ഇവിടുത്തെ കോൺട്രാക്ടറുടെ പേര് വരെ നാരായണൻകുട്ടി എന്നാ. എടി, നിനക്കിടേണ്ട പേര് സരള തങ്കമ്മ. മാക്സിമം കൂടി പോയി കഴിഞ്ഞാൽ ഒരു അമ്പിളി, അതിനപ്പുറത്തോട്ട് പറ്റൂ. മനസ്സിലായോ? അതുകൊണ്ട് പോ. എന്റെ പൊന്ന് ശരവണൻ ചേട്ടാ, വെറുതെ എന്റെ പുറകെ ഒലിപ്പിച്ചോണ്ട് നടക്കല്ലേ. ഞാൻ എന്തെങ്കിലും ഒരിക്കലും കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ മാത്രമായിരിക്കും അല്ലേ? അല്ല, പിന്നെ എന്റെ അച്ഛനും അമ്മയും തീരുമാനിച്ചുറപ്പിക്കുന്ന ഒരു ചെക്കനെ മാത്രമായിരിക്കും. വെറുതെ ഇവിടെ നിന്ന് വെയിൽ കൊണ്ട് കരിഞ്ഞു പോവാണ്ടൊന്ന് പോയിത്താ. എടി, നീ പറഞ്ഞിട്ടാണോ നിന്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചത്? അല്ല. പിന്നെ അവര് പറയണ ചെറുക്കനെ നീ കെട്ടാൻ പോണേ എന്തിനു? അതെന്റെ ഇഷ്ടമല്ലേ? ആ, അത് കൊള്ളാം. എന്നാലും വിടൂല ഞാൻ. ഐ ലവ് യു ചേട്ടാ. ഐ ലവ് യു. ഇക്കോട്ടേന്ന് പിടിക്കാവോ? എന്താ ഈ കാര്യങ്ങള്? വളയണില്ല. എന്തിനാ വളയണത്? റോഡ് നേരെ കിടക്കല്ലേ, ആ വഴിക്ക് പോയിക്കോട്ടെ. അതെല്ലാം സെറ്റ് ആവണില്ല. സെറ്റ് ആവണമെങ്കിൽ ടാറ് കൂടി ഉരുക്കി ഒഴിച്ചു കൊടുക്ക്, സെറ്റ് ആയിക്കോളും. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? അവളെ എനിക്ക് വളയണില്ല. ആര് നിനക്ക് വളയണില്ല? ശരണ്യ. ഒറ്റ അടിച്ചത് ഞാനിവിടെ മുള്ളിൽ നിൽക്കണേ. എടാ, ഇന്നാ PWD എഞ്ചിനീയർ വരുന്ന ദിവസമാണ്. ഈ പണി എങ്ങനെയാലും തീർക്കാൻ നോക്കുമ്പോ നീ ആ പെണ്ണിന്റെ പറയാ കറങ്ങി കിടക്കാടാ. അതെ, എന്റെ അടുത്ത് ചൂടാവാനൊന്നും പറഞ്ഞ കേട്ടാ. ബാക്കി എല്ലാവരും ശമ്പളം മേടിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഡെയിലി 1000 രൂപ അങ്ങോട്ട് തന്നിട്ടാണ് ഞാൻ ഇവിടെ പണിക്ക് വരണേ. പതുക്കെ പറ, എനിക്കറിയാ. നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു നീ ആ പെണ്ണിന്റെ പുറകെ നടക്കല്ലെന്ന്. അത് സെറ്റ് ആവൂല. അവളാണ് നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണ്. ഞാനാ? നീ എവിടെ പറഞ്ഞതെന്ന് എനിക്കറിയാമോ? പിന്നെ എല്ലാവരോടും കൂടി ഞാൻ പറയണ. ഹലോ, എല്ലാവരോടും ശ്രദ്ധിക്കണം. എല്ലാവരോടും കൂടി പറയണത്, ഇന്ന് നിങ്ങൾക്കൊക്കെ നൈറ്റ് നിൽക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? മേരി, ഇവിടെ നോക്ക്. നീ മറുത്തൊന്നും പറയണ്ട. ഇന്ന് നൈറ്റ് നിൽക്കണം. നീ നീ ഒറ്റക്ക് എങ്ങനെയാ നൈറ്റ് നിൽക്കണെന്നാ? എടി, കൂടെ ഞാനും ഉണ്ട്. നമുക്കൊന്നും ഒറ്റയും പറഞ്ഞ ഓരോരോ കുഴികളടച്ച് അങ്ങനെ പോവാടി. അതൊന്നും ശരിയാവത്തില്ല. അങ്ങനെ പറയില്ലട്ടാ. നീ നൈറ്റ് നിൽക്കൊന്നും പറഞ്ഞ ഒരു നൈറ്റ് മേടിച്ച് വെക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് അറിയാമോ? ഇന്ന് നൈറ്റ് നിന്നേ പറ്റുള്ളൂ. അതെ, നൈറ്റ് ഇല്ലാതെ നൈറ്റ് നിക്കണ ഒരാളുണ്ട്. ആരാണത്? ഞാനാണ്. നമുക്കൊന്നും ഒറ്റയൊക്കെ പറഞ്ഞിങ്ങനെ നിക്കാതെ അടിപൊളിയോട് ഒന്നും ഒറ്റയും പറഞ്ഞു നിന്നിട്ട് എനിക്ക് എന്ത് തോന്നാനാണ്? എനിക്കിട്ട് ചൊറിയാൻ വരല്ലേ? അങ്ങോട്ടും കയറി ചൊറിയണ്ടേട്ടാ. അതെന്താ ചൊറിഞ്ഞാല്? അവിടെ കെട്ടിയോ കൂപ്പിന്ന് വന്നിട്ടുണ്ട്. എപ്പാ? ഇന്നലെ രാത്രി. കോപ്പ് പറഞ്ഞാ എനിക്ക് പോയി മേടിച്ചു കൂട്ടിയാലേ. അതെ, എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയണു. എല്ലാരും കേൾക്കുന്നുണ്ട്, പതുക്കെ പറഞ്ഞാ മതി. എടാ, ഇടക്കിടക്ക് എനിക്ക് ചെവിടെ പ്രശ്നമുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഈ ഉറക്കെ പറയണത്. എന്താണ്? ടിപ്പറിന്റെ മുകളിൽ നിന്ന് മെറ്റലേ വീണിട്ട് 7 മെറ്റലാണ് ചെവിക്കകത്തോട്ട് തുളഞ്ഞു കയറി പോയത്. 5 ഓപ്പറേഷൻ ചെയ്ത് ഞാൻ മാറ്റി. 2 ഇപ്പോഴും ചെവിട്ടി കിടക്കണം. അത് കിടന്ന് കടകടാന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ചില നേരത്ത്. ഭയങ്കര പ്രശ്നമാണ്. അതെ, ഇന്ന് PWD എഞ്ചിനീയർ വരുന്ന ദിവസമാണ് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട്. ഇഞ്ചക്ഷൻ? എന്താണ് ഇഞ്ചക്ഷൻ? അല്ലടാ, എടാ, പരിശോധിക്കാൻ വേണ്ടിട്ട് എഞ്ചിനീയർ വരുമെന്ന്. അതിനിവിടെ ആർക്കും അസുഖമൊന്നുമില്ലല്ലോ പരിശോധിക്കാൻ പറയാൻ. അയ്യോ, എടാ, അയാൾ ഈ റോഡ് പണി എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി വരുമെന്ന്. പഴയ എഞ്ചിനീയർ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ ആളാണ്, കാശ് മേടിക്കുന്ന ആളാണ് പരമേശ്വരൻ സാറ്. പുള്ളി പോയി പുതിയ ആളാണ് പറഞ്ഞത്. ആള് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാ പറഞ്ഞത്. സെറ്റാണെങ്കിൽ എന്താ കുഴപ്പം? വന്നോട്ടെ. സെറ്റ് അല്ലടാ, സ്ട്രിക്റ്റ്. കണിശക്കാരനാണെന്ന്. പലിശക്കാരനാണെ ഒരു 10,000 രൂപ എനിക്ക് പലിശക്ക് മേടിച്ചതാ. ഇവനെ ഞാൻ കൊല്ലോട്ടാ നിന്നെ. നീ മിണ്ടാണ്ട് പോയി പണിയെടുത്തടാ. ആ പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നേ. വാ എന്റെ കൂടെ. അവിടെ കുഴി കിടക്കാനുണ്ട്. നിങ്ങൾ ഇവിടെ കിടന്നെങ്കിൽ സത്യ കളിക്കല്ലേ? നീ എങ്ങോട്ടാണ് പോണത്? നീ ഇവിടെ നിന്ന് നിന്റെ പണി ചെയ്യടാ. കഷ്ടമാണ് നോക്ക്. മേരി, ശരണ്യ ഇവിടെ പോയി കിടക്കുകയാണ്. ശരണ്യ കണ്ട? എന്താണ് ശരണ്യ ആരാണ്? ബ്രോക്കറാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാനൊരു ജോക്കറിനെ കാണുന്നത്. അടിപൊളി. ജോക്കറല്ല, ബ്രോക്കറാണെന്ന്. എന്താണ്?
ശരണ്യക്ക് ഒരു ചെറുക്കനായിട്ട് വന്നതാ. ശരണ്യത്ത് എന്തിനാ ശർക്കര? ഓ ശർക്കരയല്ല, ചെറുക്കനെ. ഒരു ചെറുക്കനെ അവളുടെ ഇന്ന് കാണാൻ പറ്റുന്നുണ്ട്, അവളെ കാണാനായിട്ട്. അവളിവിടെ പണിക്ക് വന്നത് എങ്ങനെ? ശരണ്യ എന്തേ? ശരണ്യൊക്കെ ഉണ്ട് ഇവിടെ. എവിടെ ശരണ്യ? എവിടെ? അവിടെ വീട്ടിൽ അവിടെ ഞാൻ ആളെ വിളിച്ചുകൊണ്ടു നിർത്തിയിരിക്കുന്നു. ശരണ്യ എവിടെ? എന്റെ ശരണ്യ, നീ ഇത് എവിടെ നടക്കിയത്? അവിടെ നിന്ന് ചെറുക്കൻ കാണാൻ ആള് വന്ന് നിൽക്കുമ്പോഴാണ് നീ ഇവിടെ ഈ പണിക്ക് വന്ന് നിൽക്കുന്നത്. അതിന് ഞാൻ എന്നാ ചെയ്യാനാ? എന്താ? കൺട്രാക്ടർ ലീവ് തരണ്ടേ? എന്ത് മനുഷ്യനാണോ താൻ? അവിടെ ചെറുക്കൻ കാണാൻ വന്ന് നിൽക്കുമ്പോ ഇവിടെ പണിക്ക് പിടിച്ചെടുത്തണം മര്യാദയാണ്? അല്ല സുഹൃത്തെ, എനിക്ക് അവളെ വിടണമെന്നൊക്കെ ഉണ്ട്. പിന്നെ? പക്ഷെ ഇന്നിവിടെ എഞ്ചിനീയർ പറഞ്ഞ ദിവസമാണ് ഇവിടെ പണിക്കാരൊന്നും ഇല്ലെങ്കിൽ എന്റെ പണി പോകും. അപ്പൊ അതുകൊണ്ട് എന്റെ പണി പോയാൽ കുഴപ്പമില്ല. ഇവിടെ ഈ ചെറുക്കൻ അവിടെ വന്ന് നിൽക്കുമ്പോ ഇവൾ അവിടെ ഇല്ലെങ്കിൽ എന്റെ പണി പോകും. മനസ്സിലായ? അതെ, ചെറുക്കനെ പെട്ടെന്ന് ഒന്ന് കണ്ടാ പോരെ? കണ്ടാ മതി. ആ പയ്യനെ ഇങ്ങോട്ട് വിട്, നമുക്ക് ഇവിടെ വെച്ച് കാണിക്കാലോ. എന്ത് മര്യാദയാണ്? എന്താണ് ഇവിടെ വന്നാണ് ചെറുക്കൻ പെണ്ണെ കാണുന്നത് ഒരു പണി സ്ഥലത്ത് വന്നിട്ട്? എന്റെ ചേട്ടാ, രണ്ടുപേരും എവിടെയായാലും കണ്ട് തമ്മിൽ ഇഷ്ടമായാലല്ലേ കല്യാണം നടക്കുള്ളൂ. അവരെ ഇങ്ങോട്ട് വിട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോയിരുന്ന കാര്യങ്ങൾ സെറ്റ് ചെയ്യാലോ. അപ്പൊ ഞാൻ ചെറുക്കൻ ഇങ്ങോട്ട് പറഞ്ഞു. ആ വിട്ടോ. എനിക്ക് എത്ര അടുത്ത് ഇന്ന് പോകണ്ടെന്നറിയാം. ഒരുപാട് തിരക്കുള്ള ആളാ ഞാൻ. ചേട്ടനാ അതൊന്നും നോക്കണ്ട, അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ മതി. ഒരു അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ കാര്യങ്ങൾ ചെയ്തോളാം. അപ്പൊ ചെറുക്കൻ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ മതി. പറഞ്ഞു വിട്ടോന്നേ. ഞാൻ പോകും. ഞാനപ്പോ വിളിച്ചു പറയാം, അവരിങ്ങോട്ട് പോന്നോളാം പറയാം കേട്ടോ. പൊക്കോ. ശരണ്യ, ഒരു സമയം അവര് വരുമ്പോ നീ ഒന്ന് ചെന്ന് കണ്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാനില്ലേ കൂടെ. വാ, നമുക്ക് ആ സാധനം എടുത്ത് മാറ്റി നോക്കണത്. നിങ്ങൾ അവിടെ നോക്കിക്കണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ. ഹലോ ഹലോ, റേഞ്ചില്ലല്ലോ. നമസ്കാരം. നമസ്കാരം. ഞാനേ ആ PWD എഞ്ചിനീയറാണ്. എഞ്ചിനീയറാണ്. ആ, ആഹാ ശരി. ചെറുക്കനല്ലല്ലേ? എന്നെ കണ്ടിട്ട് എന്താ പെണ്ണായിട്ട് തോന്നിയ? അല്ല. കണ്ട്രാക്കേ, ഹലോ, ഞാനിവിടെ എത്തി സാറേ. ഞാൻ പറയാം. ഓക്കെ ഓക്കെ. ശരണ്യെ കാണാൻ ചെറുക്കൻ വന്നിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന്? അവന് ഭയങ്കര സ്പീഡാ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ ശരണ്യെ വിളിക്കാം. ശരണ്യെ, ശരണ്യെ, നീ ഇങ്ങോട്ട് വന്നേ. അതെ, അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളാം. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാനൊരു അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്തോളാം. ആഹാ, നീ ഇങ്ങനെ മാറിയാടോ. മനുഷ്യനായാലും ഇങ്ങനെ മാറണം. അതെ. നീ ഇപ്പോഴാണ് യഥാർത്ഥ മനുഷ്യനായത്. മുമ്പ് എന്തുവായിരുന്നു? മൃഗമായിരുന്നില്ലേ? ഏത് മൃഗം? അത് നിനക്കറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. നിന്നെ കാണാൻ ആള് വന്നിട്ടുണ്ട്. ആണോ? നീ ഇത്ര ഒരു കാര്യം നേരത്തെയോ? ചെയ്യ്. അതൊക്കെ മാറിയല്ല. മാറി. നീ ഒരു ചായ ആയിട്ട് ഞാൻ വിളിക്കുമ്പോ വന്നാ മതി കേട്ടാ. എവിടെടാ എന്നിട്ട് ആളെവിടെ? മാറിന്ന് ഫോൺ ചെയ്യണം. ആ നാറിന്ന് ഫോൺ ചെയ്യണം. മാറിയല്ല, മാറി നിന്ന് ഫോൺ ചെയ്യാണ്. നമസ്കാരം. നമസ്കാരം. മനസ്സിലായില്ല അല്ലേ? പിന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ പിടിയിട്ട് ഇന്ന് ഞാനേ മൊത്തത്തിലൊന്ന് കാണാം എന്ന് കരുതി. കിട്ട വർക്കായി പോയി. ഞാൻ എവിടെയാണ് ഒന്ന് കൊണ്ടുപോയി ഇരുത്തണത് ഇവിടെ? നമുക്ക് ആ റോഡ് ഡോളറിന്റെ മേളിക്ക് എത്തിയിരിച്ചാലോ? അല്ല വേണ്ട, ഞാനിവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. കുഴപ്പമില്ല. പണിയൊക്കെ എങ്ങനെ പോകണം? അയ്യോ, നമ്മുടെ പണിക്കാരാണ്. എല്ലാവരും നല്ല ഉഷാറായിട്ട് പണി നടന്നുകൊണ്ടിരിക്കും. കുഴപ്പമില്ല അല്ലേ? എന്ത് കുഴപ്പം. നമ്മുടെ പണിക്കാരെ കൊണ്ട് നമ്മ വലിയ പണിയൊന്നും എടുപ്പിക്കാറില്ല. കാരണം അതിനും വേണ്ടും ജോലിയില്ല. ഞാൻ തന്നെ ലൈൻ അടിക്കാനാ ഇവിടെ വരണത്. എങ്ങനെ റോഡ് പണി തീരുമ്പോ സൈഡിൽ ലൈൻ അടിക്കാൻ? അല്ലല്ല, പെണ്ണിന്റെ ലൈൻ അടിക്കാൻ. ലൈൻ അടിക്കാനായിട്ട് എന്നെ കണ്ടാലും ആരും ലൈൻ അടിക്കും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് ഈ നൈറ്റ് നിർത്തി തീർക്കണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്ത്? അല്ല, നൈറ്റൊക്കെ ആളെ നൈറ്റൊക്കെ ചുമ്മാ പറഞ്ഞ ഒരു നൈറ്റ് നിൽക്ക്. അതിനും വേണ്ടി പണിയൊന്നുമില്ലെന്നേ. ഇല്ലേ? ഇത് സർക്കാരിന്റെ കണ്ണില്, പഞ്ചായത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്യുന്ന വർക്കല്ലേ. നിസ്സാരപ്പെട്ട പരിപാടി. എന്ത് പരിപാടി? കുറച്ച് മെറ്റലും കുറച്ച് താറും ഒക്കെ കൂടി തൂവുക, അത്രേ ഉള്ളൂ. അതങ്ങോട്ട് തെറ്റിയ. അല്ല, ഇപ്പൊ മഴ പെയ്ത് ഒലിച്ചു പോയല്ലോ ഇതെല്ലാം. പുഴ പോലാവും. ഓട്ടെന്ന് എന്നാലേ അടുത്ത മഴക്കാലം കഴിയുമ്പോ എനിക്ക് പുതിയ വർക്ക് കിട്ടുള്ളൂ. ശരിക്കും കാശ് അടിച്ച് മാറ്റുന്നുണ്ടല്ലേ? കോടികളാണ് സർക്കാരിനെ പറ്റിച്ചുണ്ടാക്കിയിരിക്കുന്നത്. ഓടാ അവിടുന്ന്. ഇത് എത്ര? 50 ലക്ഷം രൂപ അല്ലേ? 50 ലക്ഷം രൂപ തന്നെ. എത്ര രൂപ ശരിക്കും ഇതിന് മുടക്കി? 5 ലക്ഷം രൂപ തികച്ചിട്ടില്ല. ബാക്കി 45 ലക്ഷം കുട്ടടിച്ച്. കുട്ടടിക്കല്ല. പിന്നെ ഞാൻ കുട്ടിക്കാലത്തല്ലെന്ന് കുട്ടിക്കാലത്തെ ഏലകൃഷിയുടെ മേടിച്ചിട്ടൊക്കെയാണ്. 1.5 സ്വന്തം പേരിലാണോ? അല്ല, ബിനാമിയാണ്. ആ സുനാമിയാണോ? ബിനാമിയാ? എടാ ബിനാമി. നമ്മുടെ ഈ പടനിലത്തെ പാലത്തിന്റെ നിങ്ങളല്ലായിരുന്നോ കോൺട്രാക്ടർ? 15 കോടിയുടെ നമ്മളാ. ശരിക്കും ആ പാല ഇപ്പൊ ചരിഞ്ഞ പൊളിഞ്ഞാന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നിട്ടല്ലോ. നിങ്ങൾക്ക് കമ്പിയിട്ട് വാർത്ത കൂടായിരുന്നു? കമ്പി മര്യാദ ഇട്ടിട്ടില്ല. ആദ്യം ഇറുക്കിലിടാന്നാണ് ഈർക്കില. പിന്നെ അത് കൊടക്കമ്പി ആക്കിയല്ലേ? കൂടക്കമ്പി കിട്ടും. എത്ര പേര് അതിലൂടെ സംഭവം നമുക്കതൊന്ന് ഉദ്ഘാടനം ചെയ്യണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പൊ 1 മാസം കഴിഞ്ഞ് ഇനി പാലം പണിയുണ്ടോ? നമുക്ക് അടുത്ത പാലം പണിയാലോ. അതിൽ എത്ര കോടി അടിച്ചു മാറ്റുന്നത്? സത്യം പറഞ്ഞാൽ അത് 15 കോടിയുടെ പ്രോജക്റ്റ് ആണ്. ഒരു 3.25 കോടിയേ ആയിട്ടുള്ളൂ. ബാക്കി മൂന്നാറിൽ ടീ എസ്റ്റേറ്റ് മേടിച്ച്. അതാരുടെ പേരില? ബിനാമിയുടെ പേരില്ല. ആരാണ് ഈ സുനാമി? എന്നിന്റെ കുഞ്ഞമ്മയുടെ അരിയന്റെ മോനായിട്ട് വരും. അത് പിനൂവിയാണ്. അപ്പൊ മൊത്തം കോടികൾ അടിച്ചു മാറ്റി സർക്കാരിനെ പറ്റി. അങ്ങനെയൊന്നുമില്ല. അതെ, നമ്മ ഇങ്ങനെ ഈ കാര്യം സംസാരിച്ചിരിക്കാനല്ല ഞാനിതൊന്നും നമ്മൾ നോക്കാനായിട്ടാണല്ലോ വന്നത്. നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. എന്ത് ചടങ്ങിന്? അതൊക്കെ ഉണ്ട്, ഞാൻ വിളിക്കാം. അവിടെ മിണ്ടാണ്ട്. എന്ത് വിളിക്കാം? മിണ്ടാണ്ട്. ഓ, ടിപ്പാണല്ലേ? അതിന്റെ ആളാ, മെയിൻ ആളാണല്ലേ? അത് ശരി. എന്തോരം കാശുണ്ടാക്കി. എല്ലാം തുറന്നു പറയണ്ടല്ലോ ഇവിടെ. എല്ലാം തുറന്നു പറയണ്ടല്ലോ. അത് നമ്മളെ ഇഷ്ടമായിട്ടാണ്.
ഇതാണ് ശരണ്യ. അല്ല ഞാനെന്തിനാ കാണുന്നത്? അതെ, നീ നോക്കിക്കണ്ട, ചായ അങ്ങട് കൊടുക്കടി. അമ്മാവനായതുകൊണ്ട് പറയല്ല, വെടിക്കെട്ട് പീസ. എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല, ചായ അങ്ങട് കുടിക്കും. ചായ ഞാൻ അങ്ങനെ ചായ കുടിക്കാറില്ല, കാപ്പിയാണ് കുടിക്കാറ്. പിന്നെ ഇവിടെ അടുത്ത് ചായക്കട ഒന്നുമില്ല, അത് കാരണം കടിയൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. കടിയൊന്നും വേണ്ട, കുഴപ്പമില്ല. ഒരു പ്ലേറ്റ് ഞാൻ ഇച്ചിരി മെറ്റിലെടുത്തോണ്ട് തട്ടെ. ഇത് മതി. ഇത് കഴിക്കാൻ snacks. പിന്നെ തലക്ക് വല്ല ഭ്രാന്തും ഉണ്ടാ? തലയ്ക്ക് ഭ്രാന്ത് നിന്റെ അച്ഛന്. അച്ഛനെ മാത്രം വിളിക്കരുത്. എന്താണ്? എന്റെ അച്ഛനെ ആരും വിളിക്കണത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ അമ്മക്ക് 7 മക്കളുണ്ട്, അറിയാമോ? കല്യാണം കഴിച്ചിട്ടില്ല, 7ാമത്തെ മകനാണ് ഞാൻ. എന്നെ അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അയ്യേ, ഇവന്റെ നാറിയ കുടുംബമാണ് ഇവന്റെ. ദേഹത്തോട്ട് കളിക്കുന്ന ആളാ, നാറി. കളിക്കും. ഇങ്ങനെ ദേഹത്തോട്ട് കളിക്കുന്ന എന്റെ മുമ്പിൽ വെച്ച് എന്തൊക്കെ കാണിക്കണേ? ചേട്ടാ, എപ്പോഴും മുറുക്കാൻ വായിലിട്ട് മുറുക്കി തുപ്പണുണ്ടല്ലോ. മുറുക്ക് തുപ്പിയല്ല, അവൻ അടിച്ചിട്ട് ചോര, കട്ട ചോര തുപ്പണാണ്. 2 പല്ലും പോയിട്ടുണ്ട്. പണിയാണ് ഏട്ടാ കാണിച്ചത്. ഇന്നലെ വരുമെന്ന് ഒരു വാക്ക് പറയുന്നു, ഞാൻ ഈ റോളർ എടുക്കൂലായിരുന്നല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടി കിടന്നു ഉരുണ്ടാ പോരുന്ന. ഞാനിപ്പോ വന്ന് നന്നായി. ഞാൻ ആരാണെന്നൊക്കെ അറിയാമോ? ഞാൻ ആരാണെന്ന് എനിക്കൂല അറിയാൻ പാടില്ല. ആരാണെന്ന് നിനക്കറിഞ്ഞുണ്ടെങ്കിൽ പിന്നെ എനിക്കങ്ങനെ അറിയാളാ. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. നിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാനെന്ത് തെറ്റിയത് ചേട്ടാ? നിന്നെ കാണിച്ചു തരാടാ ഞാൻ ആരാണെന്ന്. നിന്നെ കാണിച്ചു തരാന്ന് അവൻ വിളിച്ചേട്ടാ. നീന്ന് ചുമ്മാ ഒരു രസത്തിന് കാണിച്ചു തരാം. നിന്നെയും കാണിച്ചു തരാം. എന്താ നിർത്ത്. ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യാം. പറയാ എന്താണ്? എടാ, ഞാൻ ആരാണെന്ന് അറിയാമോടാ? ഇനി വേണ്ട, ഇനി വേണ്ട. ഓക്കെ ഓക്കെ, ഞാൻ വരുവാടാ. ചെല്ലടാ, ഇനിയും വരും. ഓടാ, ഓടാ. ഒക്കെ പോയി പണിയെടുക്കടാ. എന്ത് നോക്കിക്കണ ഇവിടെ? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ വന്നെടാ. എന്ത് നാറിയ ഇടപാടാണ് നീ കാണിച്ചത്? ഇത് കാണിക്കടാ. അവളെ ഒരുത്തം പെണ്ണ് കാണാൻ വന്നപ്പോ നീ തോന്നിയ ദിവസം കാണിക്കണടാ. ഇവിടെ കെട്ടാൻ വേറെ ആരും കെട്ടാൻ ഞാൻ സമ്മതിക്കൂല. ഇവളെ നിനക്ക് ഞാൻ കെട്ടിച്ചു തരൂല. ആ കെട്ടോടാ. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഇവളെ നിനക്ക് ഞാൻ കെട്ടിച്ചു തരൂല. കെട്ടോടാ, നീ കെട്ടോടാ. വേറെ ആർക്കെങ്കിലും ഞാൻ കെട്ടിച്ചു കൊടുക്കൂടാ. അത്രക്ക് വാശി കെട്ടിയാ ഞാൻ കെട്ടോടാ ഇവളെ. പള്ളിപ്പുറത്ത് പോയി പറഞ്ഞാൽ മതി. ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ്, വിട്ടുകളാ. അങ്ങനെ നീ ആളാവണ്ടടാ. അവളെ കെട്ടാൻ നടക്കണ നീ. ഞാൻ കാണിച്ചു തരാടാ. ഇറങ്ങടാ എന്റെ സൈറ്റിൽ നിന്ന്. ഏത് സൈറ്റ്? എന്റെ സൈറ്റിൽ നിന്ന്. സർക്കാരിന്റെ റോഡാടാ. ഞാൻ ഇഷ്ടമുള്ള അടുത്ത് നീ ഇനി മേലാതിനെ കണ്ടുവരുത്. ഓടാ നീ. സാറേ, ഞാൻ പോട്ടെ. അവനെ വേണ്ട, അവൻ വൃത്തിയേട്ടവനാണ്. നിനക്ക് വേറെ നല്ല കാര്യം ഞാൻ റെഡിയാക്കി തരാം. നമുക്ക് കുഴി ഇറങ്ങാം. BMW എഞ്ചിനീയർ മറ്റേ സാധനമില്ലേ? PWD എഞ്ചിനീയറാ? അത് പറയാം. നീ എന്തിനാ കിടന്ന്? നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കിയതല്ലടാ. അതെ, നിങ്ങൾക്ക് ചെക്ക് വേണം. അതെ, ഇവിടെ പണി നടക്കണം. അയ്യോ, എഞ്ചിനീയർ വരുന്നു, പണി തുടങ്ങണി. എടാ, എന്തെങ്കിലുമൊക്കെ ചെയ്യടാ. വേവട്ടെ, എല്ലാവരും ഉഷാറായിട്ട് കൂടെ. നമുക്ക് ചെക്ക് മാർക്ക് കിട്ടണ്ടേണ് കേട്ടാ. നമസ്കാരം സാറേ. കാലൻ സാറോ? കാലൻ സാറല്ലേ? നമസ്കാരം സാറേ. നമ്മുടെ പണികൾ വർക്ക് ഇങ്ങനെ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തോടെ ഞങ്ങൾ അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ്. എല്ലാവരും നല്ല പണിയിലാണ്. അയ്യോ, ഒരു നേരം 5 ദിവസമായി എന്റെ പിള്ളേര് കിടന്ന് ഉറങ്ങിയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഒരു സേവനം. അതെ, അത്ര ഒരു വെയിലത്തൊക്കെ പണിയെടുപ്പിക്കാൻ അതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് വർക്ക് ഇത് കണ്ട അവർ ചാടി ചാടി നിൽക്കണണ്ട. അതൊക്കെയാണ് സാറേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന്. അതൊക്കെ ഈ പെൺപിള്ളേരൊക്കെ പെൺപിള്ളേര് നമ്മുടെ പിള്ളേരാണ്. ഇത് റീത്ത, മറ്റത് മേരി. ആ ചട്ടിയും കൊണ്ട് ഇങ്ങോട്ട് പറ്റില്ലേ? അതാണ് ശരണ്യ. ഇതാണ് ശരണ്യ. ആ, ആക്ച്വലി ഞാൻ ശരണ്യനെ കാണാൻ വേണ്ടി വന്നതാണ്. സാറ ആളുമില്ലതാ. ഇങ്ങനെ പോയാ ഞാൻ ചെക്ക് മാറിയെടുക്കും. എനിക്ക് ശരണ്യായിട്ട് ഒരു ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണമായിരുന്നു. അതിനെന്താണ്, എപ്പോ വേണേലും സംസാരിച്ചോ. പക്ഷെ എനിക്ക് ആദ്യം ആ ചെക്കൊന്ന് ഒപ്പിട്ട് തന്നെ. ചെക്കാ? ഏത് ചെക്ക്? എന്റെ കാര്യങ്ങള് ഞാൻ പറഞ്ഞില്ലേ, പിള്ളേരൊക്കെ പട്ടിണിയാണ്, കാശ് കൊടുത്തിട്ടില്ല. അല്ലത് എനിക്ക് മനസ്സിലാവില്ല. എന്തിപ്പോ ഈ ശരണ്യായിട്ട് ഒരു കുറച്ചു നേരം ഒറ്റയ്ക്ക് സംസാരിക്കുക, ഒരു കപ്പ് ചായ കുടിക്കുക, പിന്നെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാ, പോവുക, അത്രേ ഉള്ളൂ. ശരണ്യായിട്ട് ചായ കുടിക്കാം? അതെ. ഭാവി ഞാനെന്താ വല്ല ഹോട്ടലിൽ നടത്തുന്നുണ്ട് ഇവിടെ ഒന്ന് ചായ കുടിക്കാനായിട്ട്? അല്ല, ഞാൻ ശരണ്യനെ പെണ്ണ് കാണാൻ വേണ്ടി ഒന്നാണ്. നീ
PWD എഞ്ചിനീയർ അല്ലേ? PWD എഞ്ചിനീയറാ? ഞാൻ പെയിന്റ് പണിക്ക് പോണ ദാസൻ. അതെ. എഞ്ചിനീയർ നേരത്തെ വന്ന ആളായിരുന്നു. ഏതാള്? നേരത്തെ ഒരാൾ വന്നില്ലേ, കോടികൾ മുക്കിയ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അടിയും കൊടുത്ത് വിട്ടില്ലേ? അത് എഞ്ചിനീയർ ആയിരുന്നാ? എഞ്ചിനീയർ ആയിരുന്നു. നിനക്കറിയായിരുന്നാ? ആ, എനിക്കത് ആദ്യമേ അറിയായിരുന്നു. എന്നിട്ട് നീ എന്താണ് ഒരു വാക്കെന്നോട് പറയാത്തത്? പിന്നെ ശരണിയെ കെട്ടിച്ചേരൂലെന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങക്ക് പണി തന്നതാ. ഇറങ്ങിപ്പോടാ. ഇല്ല, സൗകര്യമില്ലടാ. ഞാൻ ഒരു മിനിറ്റ് സംസാരിച്ചോളൂ. നിന്റെ കാര്യം ഓടാ. നീ എത്രടാ നീ ഇവിടെ കിടന്ന് വേഷം കെട്ടത്? എടാ, നിന്നോട് ഞാൻ എത്ര കഷ്ടപ്പെട്ടതാണ്. എന്നിട്ട് നീ അതിന്റെ ഇടയിൽ കാണുമ്പോ എന്നെ തല്ലല്ലടാ. ഞാൻ എഞ്ചിനീയറാണ്. കോടികൾ മുഖ്യ കേസിൽ നിന്നെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് പോലീസ് സാറെ വിളിക്കട്ടെ. എന്റെ ചെക്ക് ചെക്കൊക്കെ വട്ട കീറിക്കളഞ്ഞു. ഇവന് എത്ര കോടി രൂപ വേണം? സാറേ, ഞാനൊന്നും മനഃപൂർവ്വം നീ വാങ്ങി. അങ്ങനെ എല്ലാത്തിന്റെ ശല്യവും നിനക്ക് വേണ്ടിയാണ് ശരണ്യ ഞാൻ ഈ പണിയെല്ലാം ഒപ്പിച്ചു വെച്ചത്. ഇനിയെങ്കിലും പറ ഐ ലവ് യു എന്ന്. അമ്മച്ചി അച്ഛനും ആങ്ങളേക്ക് ഇപ്പൊ സമാധാനമായല്ലോ. ജോലിക്ക് കൂലിക്കും പോകാത്ത ഒരു മരകോടനെ പിടിച്ച് എന്റെ തലമണ്ടേ കെട്ടി വെച്ചപ്പോ രണ്ടുപേർക്ക് സമാധാനമായല്ലോ. ഞാൻ അപ്പഴേ അച്ഛനോട് പറഞ്ഞത് അവനെ കൊണ്ട് ഇവിടെ കെട്ടിക്കല്ലെന്ന്. ഇത് നല്ല കൂത്തായി. എടാ, ഒരു പെങ്കൊച്ച് വീട്ടിൽ നിന്ന് അതിനെ കെട്ടിച്ച് വിട്ടില്ലെങ്കിൽ കുറ്റം ഞങ്ങൾക്ക്. ഇനി കെട്ടിച്ച് വിട്ട് അവന്മാര് നോക്കില്ലെങ്കിൽ ആ കുറ്റവും ഞങ്ങൾ. എടാ, അവൻ ജോലിക്ക് പോത്തുന്നു, കൂലിക്ക് പോത്തുന്നു, ഞാൻ അറിഞ്ഞോ? അയ്യോ, അറിഞ്ഞോന്ന്. ഇതൊന്നും അറിഞ്ഞു വെച്ചോണ്ടല്ലേ എന്റെ തലയിൽ പിടിച്ച് കെട്ടി വെച്ചത്. തിന്നുക, കുടിക്കുക, ഉറങ്ങുക, തിന്നുക, കുടിക്കുക, ഉറങ്ങുക. ഇത്രയേ ഉള്ളൂ എന്റെ ഭർത്താവ് ബിജു. അമ്മാരും അളിയൊക്കെ പോകുന്നു. ഞങ്ങള് രാവിലെ എത്തി, അളിയൻ വരാൻ വേണ്ടി കാത്തിരുന്നു. അതെ, ഞാൻ ഇന്ന് അത്യാവശ്യപ്പെട്ട ഒരു ക്രിക്കറ്റ് പോരാട്ടത്തിലായിരുന്നു. ഇഞ്ചോട് ഇഞ്ചുള്ള പോരാട്ടത്തിൽ ഫസ്റ്റ് ഞാൻ തന്നെ അങ്ങ് അടിച്ചു. എന്റെ ടീം തന്നെ അടിച്ചു. നമ്മള് പരാജയപ്പെടുത്തി ആരെന്നറിയാമോ? 8Bയിലുള്ള സുരേഷിനെയും കൂട്ടുകാരെയും. അയ്യോ, നല്ല കാര്യമായി. 8Bയിലെ പിള്ളേർ തോപ്പിച്ചിട്ട് ന്യായം പറയുന്ന കണ്ടോ? എടാ ബിജു, നിന്റെ കൂടെ ഉള്ളവരൊക്കെ ഇത് നല്ല പൊസിഷനിലാ. എടാ കൊച്ചനാ, നീ എന്താ നന്നാവാത്തെ? എന്റെ അമ്മാവ, നിങ്ങൾ ഇരിക്കേ, നിങ്ങൾ കിടന്ന് ടെൻഷൻ അടിക്കുക. ഈ പ്രായത്തിൽ കിടന്ന് ടെൻഷൻ അടിക്കാതെ. എന്റെ അമ്മാവ, നിങ്ങൾ എന്നും വന്ന് ഇതുപോലെ പരാതിയാണ്. നിങ്ങളെ മോളെ നല്ലവണ്ണം നോക്കില്ല. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തന്നു. ഇതേപോലുള്ള സോഫ വാങ്ങിച്ചു തന്നു, ഫ്രിഡ്ജ് വാങ്ങിച്ചു തന്നു, TV വാങ്ങിച്ചു തന്നു. എല്ലാം എനിക്ക് സന്തോഷം തന്നെ. നിങ്ങൾ പറഞ്ഞു ഞാൻ നന്നാവാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. വെള്ളമടി നിർത്തി, സേർട്ടബിളി നിർത്തി. അങ്ങനെ ഞാൻ നന്നാവാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് അളിയ അപ്പുറത്തെ വീട്ടിലെ രമേശൻ പറയുന്നത്, അളിയ നല്ലവരെ ദൈവം നേരത്തെ വിളിക്കും. അതുകൊണ്ട് ആ പരിപാടിയൊക്കെ ഞാൻ അങ്ങ് നിർത്തി. അപ്പൊ പഴയ പരിപാടി തുടങ്ങി, വെള്ളമടി. അളിയാ, ഈ വെള്ളമടിക്കുന്ന കാശ് കൊണ്ട് വല്ല ഫ്രൂട്ട്സ് വല്ല വാങ്ങി കഴിക്കളിയാ. അതാവുമ്പോ ശരീരത്ത് കിടക്കും. അറിയോ, ഫ്രൂട്ട്സ് ഇപ്പോഴത്തെ ഫ്രൂട്ട്സ് കഴിച്ചൂടാ. പത്രത്തിന് ജീവിതം കണ്ടിട്ടില്ലേ? ഇല്ല. മൊത്തം വിഷം. അതിനൊരു കാര്യം ചെയ്യണം. ഫ്രൂട്ട്സ് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വന്ന ഉടനെ അങ്ങ് വെട്ടി കയറ്റരുത്. അത് ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ വെച്ചേക്കണം. അപ്പൊ അതിന്റെ വിഷം പോയതിനു ശേഷം എടുത്ത് കഴിക്കണം. അപ്പൊ മൊത്തം വിഷം പോകും? മൊത്തമൊന്നും പോകൂല, ഏറെക്കുറെയൊക്കെ പോകും. അതുപോലെ തന്നെയല്ലേ ഞാൻ വെള്ളം അടിക്കണേ. ഞാൻ എടുത്തു വെച്ച് ആദ്യമേ അങ്ങ് അടിക്കൂല. 90 സാധനം ആദ്യം ഒഴിച്ചു വെക്കും. എന്നിട്ട് ഫുള്ള് വെള്ളം അടിക്കും. എന്നിട്ടൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അതിനുശേഷമാണ് ഞാൻ അടിക്കും. അപ്പൊ വിഷം എല്ലാം പോകും. ഇല്ല, നീ പറഞ്ഞ പോലെ ഏറെക്കുറെ കേക്ക് പോകും. എടാ ബിജു, ഈ മദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പിരിറ്റ് ആണ്. ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എടാ, മൃതശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ അഴുകാതിരിക്കാൻ വേണ്ടി ഒഴിക്കുന്ന ഒരു ദ്രാവകം. അതുകൊണ്ടാണ് മാമ ഞാൻ ഈ സ്പിരിറ്റ് അടിക്കുന്നത്. എന്റെ ആന്തരികങ്ങൾ നശിച്ചു പോരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്പിരിറ്റ് അടിക്കുന്നത്. എന്തുകൊണ്ട്? നിങ്ങൾ ചത്തിന് ശേഷം ഉപയോഗിക്കുന്നു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഉപയോഗിക്കുന്നു. നന്നാവത്തില്ല. ഇതൊന്നും ഒരു കാലവും നന്നാവൂല അച്ഛാ. പോത്തിന്റെ കാതില് വേദം ഓതിട്ടൊന്നും ഒരു കാര്യമില്ല അച്ഛാ. നീ പോടി മരപ്പട്ടി. താൻ പോടോ തടിയാ. നീ തടിയെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം ഞാൻ ഒന്ന് ആഹാരമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എന്റെ തടി കുറയും. പക്ഷേ നീ മരപ്പട്ടിയാണ്. നീ എത്ര ഡേറ്റ് ചെയ്താലും മരപ്പട്ടി തന്നെ. അളിയ, പെങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അളിയൻ കുറച്ച് തടി കൂടി. എന്തെങ്കിലും കളിയിൽ ഏർപ്പെടണം. കളിയുണ്ടളിയാ? എന്ത് കളി? എന്നും വൈകുന്നേരം ചീട്ട് കളിയുണ്ട്. നന്നായി. എന്നും പോയിട്ട് ചീട്ട് കളിക്കുന്നു. എടാ, ചീട്ട് കളി എന്ന് പറഞ്ഞാൽ അത് ഒരിടത്തിരുന്നുള്ള കളിയല്ലേ? അതിനകത്ത് അങ്ങനെ വ്യായാമം വരും. ചീട്ട് കളിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ നേരം കഴിക്കുമ്പോ പോലീസ് നമ്മളെ വരൂലേ? പോലീസ് വരുമ്പോഴേക്കും നമ്മളെ ആശം 1.5 കിലോമീറ്റർ ഓടും. പിന്നെ ഒരു 10-15 വരെ നീന്തും. അപ്പുറത്തെ നദി നീന്തി പോണ്ടേ? അങ്ങനെയൊക്കെ പറയും. പക്ഷെ തടി കുറയുന്നില്ല. അതങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കുറച്ച് വർക്കൗട്ട് ചെയ്യണം. എന്റെ ശരീരം കണ്ടോ? മനസ്സിലായില്ലേ? അളിയൻ ഈ ഫ്രീ ടൈമിൽ എന്ത് ചെയ്യും? ഫ്രീ ടൈമില് ഞാൻ മൊബൈൽ ചാർജ് ചെയ്യും. അപ്പൊ എപ്പോ ഫ്രീ ആവും?
മൊബൈലിൽ ചാർജ് തീരുമ്പോ. ഇത് ശരിയാവൂല, ഇത് ശരിയാവൂല അച്ഛാ. നിങ്ങൾക്ക് എന്നെ കിടന്ന് കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ട്. ആകെ 24 മണിക്കൂറല്ലേ ഉള്ളൂ. 8 മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞാൽ 16 മണിക്കൂർ പിന്നെ എനിക്ക് ഇങ്ങനെ കളിച്ചോണ്ടിരുന്നാലേ പറ്റുള്ളൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിനക്ക് ഇതിനെ ഉപയോഗിച്ചിട്ട് നിനക്ക് വന്നൂടി. എന്നെ ഉപേക്ഷിക്കാനാ? പിന്നല്ല ഞാൻ നമുക്ക് ചേർന്ന ഭർത്താവല്ലേ ഞാൻ? അയ്യടാ, എനിക്ക് ചേർന്ന ഭർത്താവെന്ന് എന്റെ സങ്കല്പത്തിലെ ഭർത്താവ് ഇതൊന്നും അല്ല അച്ഛാ. വിരാട് കോഹ്ലിയെ പോലെ ഒരാളായിരുന്നു എന്റെ മനസ്സിൽ. എന്നിട്ട് എനിക്ക് കിട്ടിയതാ. ആര്? വിരാട് കോഹ്ലി, ആ ഇന്ത്യയിലെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ. എന്ത് കുഴപ്പം? വിരാട് കോഹ്ലിയെ കെട്ടാൻ നടക്കണ മുഖം നോക്കിയാണ്. എടി നീ വിരാട് കോഹ്ലിയെ കെട്ടണമെങ്കിൽ നിന്റെ മുഖം അറ്റ്ലീസ്റ്റ് ഒരു അനുഷ്ക ശർമ്മയെ കണക്കെങ്കിലും ഇരിക്കണം. എന്ത്, ഞാൻ അനുഷ്ക ശർമ്മയെ പോലെ ഇല്ലേ? നീ അഴുവിയ ഷവർമ്മ. എന്തുവാ കൊച്ചിനെ വിളിക്കുന്നത്? എടാ, എന്തെല്ലാം കള്ളത്തരം പറഞ്ഞാണ് നീ എന്റെ മോളെ മയക്കി വിവാഹം കഴിച്ചെടുത്തത്? ഞാൻ എന്ത് കള്ളം പറഞ്ഞു? ഒരുപാട് കള്ളത്തരം. ഞാൻ ഒരു കള്ളം പറഞ്ഞിട്ടില്ല. അതിൽ ഒരു കള്ളത്തരം ഞാൻ പറഞ്ഞുതരാം. നീ പറഞ്ഞില്ലേടാ നിന്റെ ബന്ധു IPS കാരനോ നിന്റെ തന്ത അല്ലേ? IPS കാരനോ പറഞ്ഞില്ലടാ നീ. എന്റെ അച്ഛൻ IPS കാരൻ തന്നെ. എന്റെ അച്ഛൻ ശശിരമ്പിൾ IPS പോയെന്ന് അന്വേഷിച്ച് നോക്കണം. ഹലോ ഹലോ, മൊത്തം അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. നിന്റെ അച്ഛൻ പപ്പട കച്ചവടക്കാരനായിരുന്നു. അത് തന്നെ ഞാൻ പറഞ്ഞത്. IPS, ഇന്ത്യൻ പപ്പടം സർവീസ്. അച്ഛന്റെ പപ്പട കടയുടെ പേര് ഇന്ത്യൻ പപ്പടം സർവീസ്, IPS. അതല്ലേ ഞാൻ പറഞ്ഞോളൂ. അത് മാത്രം അച്ഛാ, കല്യാണത്തിന് മുമ്പ് ഇയാളുടെ ഒരു ബന്ധു IAS കാരനെന്നല്ലേ അച്ഛാ പറഞ്ഞത്? ഒരുപാട് പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയണ എന്റെ ഒരു ബന്ധു IAS കാരൻ തന്നെ, ഖുശ്വന്ത് സിംഗ്. അങ്ങ് പഞ്ചാബിലുള്ള ഇവിടെ കോട്ടേഴ്സിൽ 3 മാസം താമസിച്ചാൽ താൻ നമ്മൾ ബന്ധുക്കളായി മാറി. എടാ, നിന്റെ നാക്ക് താന്നു പോകും. എടാ, പഞ്ചാബിലുള്ള ഖുശ്വന്ത് സിംഗ് എങ്ങനെ നിന്റെ ബന്ധുവാകും? ആ ബന്ധം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഞെട്ടാൻ ഞങ്ങൾ തയ്യാറാ, നീ പറ. എന്നാ ഞാൻ പറയാ. എന്റെ വീട്ടിലെ പട്ടിയുടെ ചേച്ചിയുടെ മോളാണ് അവരെ വീട്ടിലെ പട്ടി. എങ്ങനെ? എന്റെ വീട്ടിലെ പട്ടിയുടെ ചേച്ചിയുടെ മോളാണ് അവരെ വീട്ടിലെ പട്ടി. ഇതൊക്കെ ഒരു ബന്ധമാണോ? എന്ത് പട്ടിയൊക്കെ ബന്ധം പാടില്ല? ഇന്ന് മനുഷ്യനെക്കാളും വിലയുണ്ട് പട്ടിക്ക്. നീ ഒന്ന് പട്ടിയെ തൊട്ട് വയ്ക്കണം. ഡൽഹി വരെ പോകേണ്ടി വരും ഗ്യാസ് പറയാൻ വേണ്ടി. ശരിയാവത്തില്ല അച്ഛാ, ഞാൻ അപ്പോഴേ പറഞ്ഞു. നീ ബാഗൊക്കെ എടുത്തോണ്ട് ഇറങ്ങ്, നമുക്ക് പോകാം. ഞാൻ വരാം അച്ഛാ. എന്തായാലും ഇങ്ങനോട് ചിന്തിക്കാൻ താല്പര്യമൊന്നുമില്ല. ഞാൻ വരാം അച്ഛാ. പോവേയുള്ളൂ. അവള് വരൂല. അവള് വരൂല. ഞാൻ പോവും. കൊറേ കാലമായിട്ട് സഹിക്കും. നീ ബാഗ് എടുത്തോണ്ട് വാ. ഞാൻ വരാം ചേട്ടാ. എന്റെ ഭാര്യയാണ്. അവള് വരൂല. ഞാൻ പോവും. നീ പോടി. പോവും. നീ ഈ ബിജുവിനെ കളഞ്ഞിട്ട് പോവോടി. നീ പോയാ പിന്നെ എനിക്ക് ആരുണ്ട്? ഞാൻ അനാഥ പ്രേതം പോലെ ഇവിടെ അലഞ്ഞു തിരിയേണ്ടി വരും. നീ ചന്ദ്രിക, നീ എന്നെ കളഞ്ഞിട്ട് പോവോടി. ഇല്ല. നീ എന്നെ കളഞ്ഞിട്ട് പോവോ? ഇല്ല. നീ ഇനി അങ്ങനെ പറയൂ? ഇല്ല. നീ ഇനി അങ്ങനെ പറയൂ? ഇല്ല. പറയാ, നീ പറഞ്ഞ. ഇല്ല. നീ എന്നെ കളഞ്ഞിട്ട് പോവോ? ഇല്ല. ഇനി പറഞ്ഞില്ലേന്ന്? ഇല്ല. എടാ, പട്ടി വരൂലെന്ന് പറഞ്ഞില്ലേ? പോടാ. വല്ല കാര്യം ഉണ്ടായിരുന്നോ? 16ാമത്തെ പ്രാവശ്യം തന്നെ ഈ വീട്ടിൽ വരുന്നത്. ഇനി ഇതേപോലെ വരണമെന്ന് പറഞ്ഞോണ്ടല്ലോ, ഇനി വരത്തില്ല. പോണ വഴിക്ക് ഇതിനെ വല്ല ആറ്റിലോ കുളത്തിലോ ഞാൻ തട്ടും. അങ്ങോട്ട് പോ. ഇനി എന്നെ വിളിച്ചേക്കരുത്. വിളിക്കില്ല. വാ. ഇങ്ങനെ ആയിരിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ തമ്മിൽ അങ്ങ് പ്രശ്നം തീർന്നു. ഇതിന് അച്ഛനൊക്കെ വിളിച്ചെടുത്തേണ്ട കാര്യമുണ്ടോ? ഇനി വിളിക്കൂല കേട്ടോ ചേട്ടാ. പിന്നെ ഇന്ന് കറണ്ട് ബില്ല് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. നേരത്തെ പറയേണ്ടത് അത്. ഇന്ന് അടച്ചില്ലെങ്കിൽ അവന്മാര് ഫ്യൂസ് വന്ന് ഊരിക്കൊണ്ട് പോകും. ചേട്ടൻ പോയി അടച്ചിട്ടോ. ആരടയ്ക്കും? ചേട്ടൻ. എന്റെ പട്ടി അടയ്ക്കും. എന്റെ ഭഗവാനെ, എന്റെ അച്ഛൻ വിളിച്ചപ്പോ അങ്ങ് പോയാ മതിയായിരുന്നു. എടി, നിനക്കല്ലേ സീരിയൽ കാണണ്ട? നിനക്ക് വേണമെങ്കിൽ നീ പോയി ബില്ല് അടയ്ക്കണം. എന്നെ കൊണ്ട് പറ്റില്ല. നീ പോകണേ അങ്ങോട്ട്. എന്നിറങ്ങിയാ ഈ കാലിന്റെ കൂടെ. ഞാൻ ഇച്ചിരി കിടക്കട്ടെ. എന്റെ വിധി. പിന്നെ എന്ത് സുഖം എന്നറിയാം? ഭാര്യ വീട്ടിൽ നിന്ന് സോഫ കിട്ടുന്നു, ഫ്രിഡ്ജ് കിട്ടുന്നു, സമയാസമയം പൈസ കിട്ടുന്നു, സുഖമായിട്ട് നമുക്ക് ജീവിക്കാം. എന്നാ എന്റെ കൂട്ടുകാരനെ ബീർ ബോട്ടിൽ പൊട്ടിച്ച് കുത്തി കൊന്നത് നീ, എന്നിട്ട് അറസ്റ്റ് ചെയ്തത് എന്നെ. അറസ്റ്റ് ചെയ്യിച്ചു നീയും മണപ്പള്ളി നമ്പ്യാരും കൂടി ശങ്കർ വർമ്മയെ കൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യിച്ചു. അതാര് പറഞ്ഞത്? ഇന്ദുയൂടം പറഞ്ഞത്. നരസിംഹ സിനിമ. അത് കണക്കാണ് നീയും ഞാനും തമ്മിലുള്ള പ്രശ്നം. നീ ഓരോ വൃത്തികൾ ഉണ്ടാക്കി വെക്കും, അതിനെല്ലാം സമ്മാനം പറഞ്ഞത് ഞാൻ. നീയും ബിജു, ഞാനും ബിജു. നീയും തടിയൻ, ഞാനും തടിയൻ. എടാ, 3ാം ക്ലാസ്സിലെ ഗോപിമാമന്റെ മാവില് കല്ലെറിഞ്ഞ ബിജു നീ. അടി വാങ്ങിച്ച ബിജു ഞാൻ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ശാന്ത കുളിച്ചോണ്ടിരുന്നപ്പോ എത്തി നോക്കിയ ബിജു നീ. അടി വാങ്ങിച്ച ബിജു ഞാൻ. ഇനി പറ്റൂല. അതുകൊണ്ടാണ് നിന്നെ രാഖി രാമാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടി നമ്മൾ ശ്രമം ഉണ്ടാക്കിയത്. നീ പോ. എന്നെ ജീവിതം വെച്ച് കളിക്കാൻ. അണ്ണാ, നിങ്ങളെ മാനം രക്ഷിക്കാനാണ് ഞാൻ ബോംബെ പോയത്. നീ തന്നെ സംസാരിക്കുന്ന വേണ്ട. നീ ആയിട്ടുള്ള ഒരു കമ്പനി എനിക്ക് വേണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ട്, ഞാൻ ബോംബെയിൽ ഒരു പെണ്ണുമായിട്ട് ചെറിയൊരു സ്നേഹത്തിലായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവളെയും വിളിച്ചോണ്ട് ഇന്ന് രാവിലെ ഇവിടെ വരേണ്ടി വന്നു. അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണമെന്നായിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ല. രാവിലെ രജിസ്റ്റർ ഓഫീസിൽ പോയപ്പോ രജിസ്റ്റർ അവിടെ ഇല്ല. ഉച്ചക്കേ വരുള്ളൂ. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അവളെ നിങ്ങൾ ഇവിടെ നിർത്തിയേക്കണം. നിന്നെ സഹായിക്കുന്ന പ്രശ്നമേ ഇല്ല. നീ ഇറങ്ങടാ. നമ്മളെ ജംഗ്ഷനിലെ കുഞ്ചു ബേക്കറി ശങ്കരണ്ണ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞേ. ആരെ കുറിച്ച്? അണ്ണനെ കുറിച്ച്. എന്നെ കുറിച്ച് എന്ത് പറഞ്ഞു? അണ്ണൻ പാവമാണ്, നല്ല മനസ്സിന്റെ ഉടമയാണ്, അണ്ണന്റെ അടുത്ത് എന്തിനും ഒന്ന് പറഞ്ഞാലും കേൾക്കുമെന്ന് പറഞ്ഞു. ഈ നാട്ടുകാരെ കാര്യം
നീ അത് നീ ആരൊക്കെ പ്രേമിച്ചത്? നിങ്ങൾ മുംബൈ അധോലോകം എന്ന് കേട്ടിട്ടുണ്ടോ? മുമ്പേ നേരത്തെ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? മുംബൈ അധോലോകം അടക്കി വാഴുന്ന ഷേർഖാൻ സിംഗിന്റെ ഒരേ ഒരു പെങ്ങൾ ഞാൻ അടിച്ചോണ്ടെങ്കിൽ വന്നെണ്ണ. എടാ ബോംബെയിലുള്ള ഗുണ്ടര സൗകര്യം അടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ തോക്കും മടിയും കൊണ്ട് അവരെല്ലാം കൂടെ ഇവിടെ വരൂലേ? എനിക്ക് നീ അടി വാങ്ങിച്ചു വരും. നീ ഇതിനു മുമ്പ് ആവശ്യം പോലെ അടി വാങ്ങിച്ചിട്ടുണ്ട്. ഇറങ്ങിപ്പിച്ചു അണ്ണാ ഇറങ്ങ നീ ഇറങ്ങിപ്പിച്ചു. എന്റെ പൊന്നാണ് നിങ്ങൾ എന്തിനറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? നിങ്ങൾ അവളെ കണ്ടിട്ടുണ്ടാ? അവളെ മുഖത്തോട്ടൊന്ന് നോക്കണോണ്ണ. ഏഴഴകാണ് അണ്ണാ. അപ്സരസ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് അപ്സരസ്. നിങ്ങളെ മനുഷ്യായുസില് ഇതുപോലൊരു അപ്സരസ് നിങ്ങളെ ജീവിതത്തിൽ കാണാൻ പറ്റൂല. നീ അതിനാണ് അവളെ അടിച്ചോണ്ട് വന്നത്. ഓഹോ, അവിടെ വന്ന പ്രശ്നമാവൂല്ലേ? നീ ഇപ്പൊ സഹായം വന്ന് ചോദിച്ചു. അവളാണെങ്കിൽ ബില്ലടക്കാനും പോയി. ഇപ്പൊ ഒരു പെണ്ണെ സ്വീകരിക്കുമ്പോ ആരും ഒഴിഞ്ഞെങ്കിലും സ്വീകരിക്കണ്ടേ? പിന്നെ ഒരു കാര്യം ചെയ്യാം. അവള് വരുന്ന ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും നിങ്ങൾ ആട്ടോയില്. അതിനുള്ള സമയമില്ല, വെയിലുള്ള പാടില്ല. അപ്സരസ് ആണ്. ആണോ? അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഉള്ള സെറ്റപ്പിൽ എന്തെങ്കിലും കാര്യത്തെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അവളെ വിളിച്ചോണ്ട് ഞാൻ വിളിക്കട്ടാ. എന്തായാലും ഒരു സഹായം ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തോ കൂട്ടുകാരന്മാര് പഴയ കഥ ആണല്ലേ. അതുവഴി പോയിരുന്നെങ്കിൽ പെട്ടെന്ന് പോട്ടി വരില്ലായിരുന്നു. പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആണുങ്ങളാണ് ആരും ഒഴിഞ്ഞ് സ്വീകരിക്കണേ, പെണ്ണുങ്ങൾ വേണ്ടേ സ്വീകരിക്കാൻ? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ഒറ്റയ്ക്കൊന്നും കൊണ്ട്. നിന്റെ അപ്സരസിനെ വിളിയിടാ. ദൈവമേ ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ കാലമേ ഇതാരുടെ? അപ്സരസ്. ഈ കപ്സുറപ്പിന്റെ പേരെന്തോന്നു? അനാർക്കലി. അനാർക്കലി അല്ല, പിന്നെ ഇത് ഈർക്കിലി. നീ എന്ത് കണ്ടിട്ടാണ് ഇവളെ കയറി പ്രേമിച്ചത്? അണ്ണാ, ഞാൻ ഒരു ദിവസം വൈകുന്നേരം 4 മണിക്ക് ജൂഹി ബീച്ച് കൂടെ കപ്പൽ ചെയ്തുകൊണ്ട് നടന്നപ്പോ അവിടെ ഇങ്ങനെ കിടക്കണ സ്വിമ്മിങ് സൂട്ടില്. അപ്പൊ ഞാൻ വിചാരിച്ച് മീൻ ഉണക്കാനിട്ടിരിക്കുന്ന അല്ലണ്ണ മത്സ്യകന്യ കിടക്കണം. ഇത് മത്സ്യകന്യല്ലടാ, ഇത് 2 കിലോ മുള്ളും 1.5 കിലോ തൊലിയും. എടാ ഇതിനെയൊക്കെ കയറി ആരെങ്കിലും നീ എന്ത് കണ്ടിട്ടാ ഇതിനെ കയറി പ്രേമിച്ചത്? കണ്ട മത്സ്യകന്യ പോലെ അല്ലണ ഇരിക്കണേ. ഓ കഷ്ടം തന്നെടാ. അയ്യോ അവളെ ചിരി നോക്കിയാണ്. അയ്യോ അണ്ണാ നോക്കണ്ണ, എന്തൊരു ചിരിയണ്ണ. ഇതിലെനിക്കൊരു സന്തോഷമുണ്ട്. കാര്യം നിന്റെ വീട്ടിൽ എന്തെങ്കിലും പാർട്ടിയോ എന്തെങ്കിലും മീറ്റിംഗ് ആരെങ്കിലും ബന്ധുക്കളൊക്കെ വരുന്ന സമയത്ത് ചെലവ് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അപ്പൊ 100 പേര് വന്നാലും 10 ഓളം തേങ്ങ തരണമെന്നെങ്കിലും ഈ സാധനത്തിനെ കമിഴ്ത്ത് കിടത്തിയിട്ട് 4 വലി വലിച്ചാൽ മതി. എന്റെ അണ്ണ അങ്ങനെയൊന്നും പറയലോ. നിനക്ക് പ്രാന്താണ്. ഇതിനേക്കാൾ സുന്ദരിയ ഒരു പെണ്ണെ കൊണ്ട് ഞാൻ നിന്നെ കെട്ടിക്കൂലായിരുന്നു. അത് മറ്റേ അവതാർ സിനിമയ്ക്ക് അതോ ലോകം അടക്കി വരുന്ന ഷേർഖാന്റെ ഒരേ ഒരു അവി പറഞ്ഞല്ലോ. അവളെ കെട്ടിയ ഞാൻ ആരായി? നീ ബിജു. അതോ ലോകം ബിജു. നിങ്ങളാരും? ഞാൻ ബിജു. എന്റെ അണ്ണ അതോ ലോകം ബിജു. നമ്മൾ ഒരുമിച്ച് നമുക്ക് ബോംബെ വാങ്ങിക്കാം. നിങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുപോയി വളർത്തി വലുതാക്കുന്നു. വെള്ളം പറയരുത്. അമ്മയുടെ തന്നെ അങ്ങനെ സഹായിക്കൂ. ഉറപ്പിച്ച് ഞാൻ ഇനി ഉള്ള സത്യം പറയട്ടെ. ഈ വീട്ടിൽ ഞാൻ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത്. എന്റെ ഭാര്യയ്ക്ക് എനിക്ക് എന്നെ ഇഷ്ടമല്ല, എന്റെ അളിയൻ എന്നെ ഇഷ്ടമല്ല, എന്റെ അമ്മായച്ചൻ എന്നെ ഇഷ്ടമല്ല. സത്യം പറഞ്ഞ അളിയെ കുറച്ച് കാശ് ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് ഇവിടെ പിടിച്ചിക്കാൻ. നീ എന്നെ കൊണ്ടുപോകണം. ഉറപ്പായിട്ടുണ്ടോ? ഞാൻ നിന്നെ എന്ത് സഹായിക്കാം അത് പറ. 10 മിനിറ്റ് ഇവിടെ നിർത്തിയാൽ മതി. ഞാൻ അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് 10 മിനിറ്റില്ല 10 മണിക്കൂർ വേണമെങ്കിലും ഞാൻ പലയൊന്നും ഓർമ്മ വെച്ചേക്കരുത്. ഞാൻ ചേട്ടാ ഭയ്യ അയ്യോ അതെ, പിന്നെ എന്നെ ഈ അധോലോകത്തിൽ കൊണ്ടുപോകുന്നുള്ള കാര്യം ഉറപ്പ് തന്നെ? ഉറപ്പ്. കൊണ്ടുപോകല്ലേ? അപ്പോഴേ പിന്നെ നമുക്ക് ഈ പിന്നെ എനിക്ക് ഇച്ചിരി പൈസയൊക്കെ ഉണ്ടാക്കണം. തോക്കൊക്കെ കിട്ടും അവിടെ? കുറച്ച് തോക്കൊക്കെ കിട്ടും. തോക്ക് കിട്ടും, മിഷൻ കണ്ണ് കിട്ടും, എന്ത് വേണമെങ്കിലും കിട്ടും. എനിക്ക് ഇച്ചിരി സെറ്റപ്പ് ഒക്കെ ഉണ്ടായി. അയ്യോ പ്രശ്നമാവും. എന്റെ അളിയനാണല്ലോ ഇങ്ങോട്ട് പറഞ്ഞത്. അവൻ പോയതല്ലേ? ഓ നിന്നെ ഇപ്പൊ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാര്യം ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ സോപ്പിട്ട് അധോലോകത്തിൽ വന്ന് ഒരു രാജാവണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവൻ വന്നു കഴിഞ്ഞാൽ ഇത് നശിപ്പിക്കും. ഒരു കാര്യം ചെയ്യ്, ഒരു 10 മിനിറ്റ് ഒന്ന് വീട്ടിനകത്തോട്ടൊന്ന് കയറിയിരിക്കാം. ഒന്ന് പറഞ്ഞു വിടാം കേട്ടോ? ശരി പയ്യ. ശരി. അളിയോ എന്ത് ഇല്ല, അച്ഛനെ ഞാൻ വണ്ടി കയറ്റി വിട്ടു. നീ പോകുന്നത്? അല്ല അളിയ ഒറ്റയ്ക്കിരുന്ന് വെള്ളം അടിച്ച് ബോറടിക്കല്ലേ, അതുകൊണ്ട് അളിയനൊരു കമ്പനി തരാന്ന് വിചാരിച്ചു. എനിക്ക് കമ്പനിയൊന്നും വേണ്ട. അല്ലെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിനക്ക് എന്നെ ഇഷ്ടമല്ല. നീ പിന്നെ എന്തിനാണ് എന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്? ഓ അതൊക്കെ എനിക്കറിയാം. അളിയ അങ്ങനെയൊക്കെ പറയും. ഞാൻ എന്തായാലും കുറച്ച് ദിവസം അളിയന്റെ പെങ്ങളെ കൂടെ നിന്നിട്ടേ പോകുന്നു. അല്ല നീ ഇപ്പൊ അതെ അവിടെ ഇല്ല. അങ്ങനെ പറയണ്ട, ഞാൻ കണ്ടല്ലോ പെങ്ങളോട് വയ്ക്കുന്നത്. ഇല്ല, അവളെ ബില്ലടയ്ക്കാൻ പോയടാ. അവളിനിപ്പോ പോയിട്ട് ഇനിയിപ്പോ ബില്ലൊക്കെ അടച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. നീ പോയാണ്. ഞാൻ കണ്ടല്ലോ പെങ്ങളെ.
ആ അപ്പൊ പെങ്ങളില്ലെങ്കിൽ പിന്നെ അടുക്കളയിൽ ശബ്ദം ഉണ്ടാക്കിയാലും എവിടെ ശബ്ദം കേട്ട്? ഇപ്പൊ ഞാൻ കേട്ടല്ലോ അടുക്കളയിൽ പാത്രം വരുന്ന ശബ്ദം കേട്ടോ. അതാ വീണ്ടും വരുന്നു. നീ നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും, അവിടെ ആരും ഇല്ലടാ. അയ്യോ എന്റെ പൊന്നളിയെ ഞാൻ കണ്ടു. ഞാൻ ലോങ്ങി നിന്നപ്പോ ഇവിടെ ഒരു പെണ്ണ് ഇരിക്കണ ഞാൻ കണ്ടു. അതിന്റെ അടുത്ത് ഇരിക്കണ എന്തോ ചുറ്റിക്കളിയുണ്ട്. അതെ പിന്നെ ഈ വാ, നീ പെണ്ണിനെ കണ്ടെന്ന് പറയുന്നത് സത്യമാണ്? അയ്യോ എന്റെ കണ്ണിന് കാഴ്ച കുറവൊന്നുമില്ല, ഞാൻ കണ്ടു. ആണോ? ഓ ആ ഇനി ഞാൻ ഉള്ള സത്യം പറയാം. അങ്ങനെ പറ. അതെ, ഈ വീട് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നതിന് മുമ്പ് 12 കൊല്ലം അടച്ചിട്ടിരുന്നു. അതിന് കാരണം എന്താണെന്നറിയാമോ? ഇവിടെ താമസിച്ചിരുന്ന ഒരു പെണ്ണ് ഇതിനകത്ത് ആത്മഹത്യ ചെയ്തു. അവളുടെ ആത്മാവ് ഇപ്പോൾ ഇതിനകത്ത് കിടന്ന് ശല്യം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ചില നക്ഷത്രക്കാർക്ക് മാത്രമേ ആ പ്രയത്നം കാണാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അളിയൻ കണ്ടെങ്കിൽ അളിയൻ അത് വിഷയമാണ്. അപ്പൊ നിന്റെ രക്തം കുടിച്ച് നീ ചത്തുപോയി കഴിഞ്ഞ പിന്നെ എനിക്ക് അളിയനായിട്ട് വേറെ ആരളിയാ? അപ്പൊ അളിയൻ സ്ഥലം വിട അളിയ പോ. അപ്പൊ അളിയൻ പറയണത് ഇവിടെ പ്രേതവും ബാധയും യക്ഷിയൊക്കെ ഉണ്ടെന്നാണ് അളിയൻ പറയണത്. അതെ അതെ. എന്നാ പിന്നെ ആ യക്ഷി പ്രേതത്തിനെ ഞാൻ പിടിച്ചിട്ടേ പോകുള്ളൂ. അങ്ങനെ പറയാം. ഇല്ലളിയാ, എങ്കിൽ ഞാൻ കാണുകയാ. അല്ല നമ്മുടെ പ്രേതം നിന്നെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അല്ലെ ജീവിക്കണ്ടേ അളിയാ? ഇല്ലളിയാ, ഞാൻ കണ്ടിട്ടേ പോകുള്ളൂ. ആ യക്ഷിയെ ഞാൻ ഒന്ന് പിടിച്ചിട്ടേ പോകുള്ളൂ അളിയാ. ഇത് നശിപ്പിച്ചു. അങ്ങനെ ഒരു യക്ഷി ഉണ്ടെങ്കിൽ ഇതാണ് അളിയൻ പറഞ്ഞ യക്ഷി. ഹലോ ഞാൻ ഇതാ പോണേ. വാടച്ചു വെക്കും. നിന്നെ കണ്ട് ആരായാലും പേടിച്ചു. എന്റെ കൊച്ചി, നീ ഒരു 10 മിനിറ്റ് ഒന്ന് അടങ്ങിയിരിക്കുവോ? നീ ഒരു കാര്യം ചെയ്യും, വീട്ടിനകത്ത് കയറി. ഇന്ന് രജിസ്ട്രേഷനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അവൻ പോയിരിക്കുന്നത്. ഞാനും പോയിന്ന് റെഡിയാ നിൽക്കാം. അകത്ത് പോരി പോ. ശരി പയ്യ. ആര് വിളിച്ചാലും പുറത്തിറങ്ങരുത് കേട്ടാ. ഇല്ല. കയറി. ഞാനും ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. എങ്ങനെയെങ്കിലും അതോലോകത്തിൽ പോയി സെറ്റപ്പ്. കറണ്ട് ബില്ല് അടച്ചടി. വൈകുന്നേരം നീ വരുമല്ലേ കുടുംബശ്രീക്ക്? ഈ ചിട്ടി പൈസ കിട്ടണമെങ്കിൽ എനിക്ക് തരണേടി. ഒരു നിവർത്തിയില്ല കൊച്ചേ. വൈകുന്നേരം നീ അവിടെ വരുമല്ലോ, അപ്പൊ നമുക്ക് കാണാം. ഓ ശരിയടി. ചെയ്യാൻ മതിയായിരുന്നേ ഭഗവാനെ. ആരാ? അനാർക്കലി. ഏതനാർക്കലി? ബിജുവിന്റെ ഭാര്യ. ബിജുവിന്റെ ഭാര്യ. അയ്യോ ചേച്ചി, ഞങ്ങൾ 8 വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു. 8 വർഷം പ്രണയിച്ചതാ ഇന്ന് ഈ വീട്ടിൽ എന്റെ ചേട്ടൻ വിളിച്ചുകൊണ്ട് വന്നിരിക്കുക. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. എന്റെ ബിജുടെ എന്റെ കല്യാണം കഴിഞ്ഞതാ? അയ്യോ എന്റെ ബിജുടെ കല്യാണം കഴിഞ്ഞു. അയ്യോ എനിക്കിത് സഹിക്കാൻ വയ്യേ. എന്റെ ഭഗവാനെ, എന്റെ മക്കളെ ചതിച്ച്. അയ്യോ 8 വർഷം നിന്നെ പ്രേമിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്ന് എന്റെ 3 മക്കളുടെ അച്ഛനാണ് നീ കല്യാണം കഴിച്ചത്. ബിജു Bizu, care वाला के लिए no house or the golden number Bizu का घर से आना बेल में this morning मैं घर में गया. അയ്യോ എന്റെ ഭർത്താവ് ചതിച്ചേ. ഇനി എനിക്ക് ജീവിക്കണ്ട. അയ്യോ നിങ്ങൾ എന്നെ ചതിച്ച് എന്നെ ചതിച്ച് ജീവിച്ച എന്ത് പ്രശ്നമാടാ? എടാ എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ഇങ്ങനെ എവള് കൂടെ ആ മുറിയിൽ ഇറങ്ങി വരണടാ. 10 മിനിറ്റ് നോക്കിയൊന്ന് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിട്ട് പോയപ്പോ അതിനിടയ്ക്ക് വിളിച്ച് റൂമിൽ കയറ്റി. കൊണ്ട് നടന്നല്ലേ? നീ എന്തോന്ന് പറയുന്നത്? ഇത് തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചു പോയാണ്. ഇവിടെ അടിക്കണം. ഞാൻ പറഞ്ഞു, നീ ഒന്ന് കേളും. നീ എന്റെ ആരാണ്? ഭാര്യ. അതാരാണ്? നിങ്ങളെ ഭാര്യ. എന്റെ ഭാര്യ. പിന്നെ അവള് 100 വട്ടം വിളിച്ച് പറഞ്ഞതാ ബിജുന്റെ ഭാര്യ എന്ന്. ഒരു മരക്കഴുതേ, ഇവിടെ ബിജു ആയിട്ട് ഞാൻ മാത്രമേ ഉള്ള. ഇവനും ബിജു അല്ലേ? എന്റെ ഭർത്താവ് ആരാണ്? ബിജു. അത് നിനക്ക് നേരത്തെ പറഞ്ഞല്ലോ. എന്ത് ബിജു? നിന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പണ്ട് മുതലേ നീ തുടങ്ങി വെച്ച പ്രശ്നമാണ്. ഇപ്പോഴേ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ബിജു ഇവിടെ നടക്കൂല. നീ വിളിച്ചിട്ട് ഇറങ്ങണേ. പിന്നെ ഇതാണ് മനുഷ്യർക്ക് ആർക്ക് സഹായം ചെയ്യുന്ന പറയുന്നത്. ഉണ്ടായിരുന്നു, ഞാൻ വിചാരിച്ച ആളില്ലെന്ന്. എന്താ കാര്യം പറ. ഇപ്പൊ വരുന്ന 10 മിനിറ്റ് കാര്യം പറ. അണ്ണന് ഒരു സഹായം വേണം. ഒരു സഹായം ചെയ്തതിന്റെ വേറെ ഇതുവരെ തീർന്നില്ല. നീ പോടാ. അണ്ണാ ഞാൻ പറയട്ടെ. സഹായം ചെയ്യല് ബിജു നിർത്തി. നമ്മുടെ ജംഗ്ഷനിലൊക്കെ ചെല്ലുമ്പോ എനിക്ക് അത് കേൾക്കണ്ട. നീ പോടാ. ബിജു നീ മിണ്ടരുത്. നീയാണ് ഇത്രയും വിഷയം ഉണ്ടാക്കിയത്. കുട്ടിക്കാലത്ത് തുടങ്ങിയാണ് എന്നെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയ അവൻ. അണ്ണൻ വന്നേ സമാനപ്പെടും. ഞാൻ പറയാം. നമ്മുടെ ശങ്കരേണ്ണന്റെ മോനില്ലേ, അവനെ പോലീസ് പിടിച്ചു. നമ്മളെ സ്റ്റേഷനിൽ ചെല്ലുന്നു, ഇറക്കുന്നു, തേങ്ങി പോരും. സിമ്പിൾ. നമ്മുടെ ഇവിടെ അടുത്തുള്ള എനിക്ക് വൈകട ചുമ്മാ അണ്ട ഈ നാട് മൊത്തം പറയുന്ന എന്ത് ആവശ്യം വന്നാലും നേരെ ചെന്ന് കയറി ബിജു എന്നെ സഹായിക്കുമെന്നാ. ആര് പറഞ്ഞു അങ്ങനെ? നാട്ടുകാർ മൊത്തം പറയുന്ന അങ്ങനല്ലേ?
നാട്ടുകാരെ കാര്യം അവനെ ഇപ്പൊ എന്തൊരു ജാമ്യത്തിൽ ഇറക്കണം. അവൻ ലൈസൻസ് ഇല്ല വണ്ടി മേടിച്ച് പോലീസ് പിടിച്ചകത്തിട്ട്. അവന്റെ അഡ്രസ് ഡീറ്റെയിൽ പറഞ്ഞാൽ എസ് ഐ വിളിച്ച് പറയാം. വിളഭാഗം വീട് നടക്കാവ് കൊല്ലം. കറക്റ്റ് ഫോൺ നമ്പർ 9744648088. എടാ ഇത് മാത്രം മതിയടാ, അവന്റെ പേര് പറയടാ. അവന്റെ പേര് ബിജു. ബിജുവാ? ഇവിടെ ഒരു ബിജുവിനെ സഹായത്തിന്റെ നീറ്റിൽ എനിക്കിതിന് തീർന്നില്ല. അതിനിടയ്ക്ക് നീ അടുത്ത ബിജുവിനെ കൊണ്ടുവന്നാ